പാകിസ്ഥാനിൽ അറസ്റ്റിലായ ഇരട്ട ക്രൈസ്തവ സഹോദരങ്ങൾക്ക് നേരെയുള്ള മതനിന്ദാ കേസ് വ്യാജമാണെന്ന് തെളിഞ്ഞതിനെ തുടർന്ന് ഇരുവർക്കും മോചനം. കേസ് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടതിനാൽ തെറ്റായ മതനിന്ദാ ആരോപണത്തിൽ നിന്ന് പാകിസ്ഥാനിലെ കസൂർ അഡീഷണൽ സെഷൻസ് ജഡ്ജി ഫർസാന ഷഹസാദ് ഇവരെ വെറുതെ വിടുകയായിരുന്നു. 18 വയസ്സുള്ള സാഹിൽ ഷാഹിദ്, റഹീൽ ഷാഹിദ് എന്നിവർക്കാണ് വിചാരണയിൽ മോചനം ലഭിച്ചതെന്ന് അഭിഭാഷകൻ ജാവേദ് സഹോത്ര പറഞ്ഞു. പഞ്ചാബ് പ്രവിശ്യയിലെ കസൂർ ജില്ലയിലെ ഖുലേവാല ഗ്രാമത്തിലെ സഹോദരങ്ങൾ ഖുറാൻ അവഹേളിച്ച് മതനിന്ദ നടത്തിയെന്നായിരുന്നു കേസ്. കഴിഞ്ഞ ഓഗസ്റ്റ് 27-ന് ഖുറാനിന്റെ പേജുകൾ കീറിയെന്നാരോപിച്ച് ഷാഹിദ് സഹോദരന്മാരെ അറസ്റ്റ് ചെയ്ത് മതനിന്ദാ കുറ്റം ചുമത്തുകയായിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥനും പരാതിക്കാരനും ഉൾപ്പെടെ 8 സാക്ഷികളുടെ ക്രോസ് വിസ്താരത്തിനിടെ ഏത് ഖുറാൻ ഭാഗമോ വാക്യങ്ങളോ അപകീർത്തിപ്പെടുത്തിയതെന്ന് ആർക്കെങ്കിലും തിരിച്ചറിയാൻ കഴിയുമോ എന്ന ചോദ്യത്തിനു മുന്നിൽ വ്യക്തമായ ഉത്തരം നൽകാൻ പ്രോസിക്യൂഷന് കഴിയാതെ പോവുകയായിരുന്നു. ഇത് സഹോദരന്മാർക്കെതിരെ സമർപ്പിച്ച തെളിവുകൾ കെട്ടിച്ചമച്ചതാണെന്ന് തുറന്നു കാട്ടുകയായിരുന്നുവെന്ന് അഭിഭാഷകൻ സഹോത്ര ഒരു മാധ്യമത്തോട് പ്രതികരിച്ചു. ക്രൈസ്തവ സഹോദരങ്ങളെ വിട്ടയച്ചത് കൂടാതെ ദുർബലമായ അന്വേഷണം നടത്തിയതിന് കസൂർ ജില്ലാ പോലീസ് ഓഫീസർക്ക് കോടതി നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ക്രൈസ്തവരിൽ ഭയം ജനിപ്പിച്ച് ഗ്രാമം വിട്ടുപോകാൻ നിർബന്ധിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സഹോദരങ്ങൾക്കെതിരെ കള്ളക്കേസ് ചുമത്തിയതെന്ന് പ്രതിഭാഗം കോടതിയെ അറിയിച്ചു. ഈ കേസ് ക്രൈസ്തവ വിശ്വാസികൾക്കെതിരായ ഗൂഢാലോചനയാണെന്ന് വിശ്വസിക്കുന്നുണ്ടെന്നും നിക്ഷിപ്ത താൽപ്പര്യങ്ങൾക്ക് അവരുടെ ഭൂമിയും സ്വത്തുക്കളും തട്ടിയെടുക്കാനുള്ള ശ്രമമാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്നും വിജയകരമായ പ്രതിരോധം ഉണ്ടായതിനാലാണ് അവരുടെ നീചമായ ആശയങ്ങളെ ഇല്ലാതാക്കുവാൻ കഴിഞ്ഞതെന്നും അഡ്വക്കേറ്റ് സഹോത്ര പറഞ്ഞു. പാകിസ്ഥാനിൽ ക്രൈസ്തവരെ കുടുക്കാൻ വ്യാജ മതനിന്ദാ കേസുകൾ ആരോപിക്കുന്നത് സ്ഥിരം സംഭവമാണ്. ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ക്രൈസ്തവ സഹോദരങ്ങൾക്ക് നേരെയുള്ള ഈ വ്യാജ കേസ്.